ചില പടങ്ങളുണ്ട്, അതായത് അത് സംഭവിക്കാൻ വേണ്ടി എല്ലാം ഉഴുത്തിരിഞ്ഞു വരും എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പടം ആയിരുന്നു ഭൂതകാലം. അങ്ങനെ ഒരു പടം ചില പടം ഇപ്പം ഞാൻ കുമ്പളങ്ങിനെ പറ്റി അതിനെ പറയട്ടെ, നമ്മളിനിയിപ്പോൾ സെയിം ടീമും ക്രൂവും വന്നെന്ന് ഓർത്തു, എന്നാലും എനിക്ക് തോന്നുന്നില്ല ആ പടം അവിടെ ഇതേ പരിപാടി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു വീഡിയോ, ആ വീഡിയോ എന്ന് പറഞ്ഞത് പ്രേതത്തിനെ കാണിക്കുന്നില്ല, പക്ഷെ നമുക്കതിനകത്തൊരു പേടി തോന്നുന്നു. ഒരു എന്തോ ഒരു നിലല്ല, എന്തോ ഒരു സാധനം, അതിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ പോലും ചെറിയൊരു പേടിയല്ല, ഒരു വേറൊരു നെഗറ്റീവ് വേറൊരു സാധനമാണത്. ശരിക്കും ആ പടം ഒരു നല്ലൊരു തെറാപ്പിയാണ്. തെറാപ്പിയാണ് ഭയങ്കര സ്നേഹമുള്ള പടമായിട്ട്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ വില്ലൻ അല്ലെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ഒരു മൂടും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പടത്തിന് അൾട്ടിമേറ്റ്ലി നമ്മൾ കൊടുക്കുന്നത് ഒരു യൂണിയനാണ്. ഈ ക്യാരക്ടേഴ്സിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അങ്ങനെ ഹോണ്ടീർ ഷെയ്ൻ്റെ മറ്റൊരു ക്യാരക്ടറാണ് ഭൂതകാലത്തിലെ ക്യാരക്ടർ വിനു. ഇത് എന്നെ ഈ സിനിമയിൽ പല പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്, ഒക്കെ പേടിപ്പെടുത്തുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞിട്ട് ലാസ്റ്റ് രേവതി മാമും ഷെയ്നും കൂടെ പുറത്തിറങ്ങി നിന്നിട്ട് ഷെയ്ൻ ചോദിക്കുന്നുണ്ടല്ലോ, അതായത് എന്താ മോനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഇത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ആ സിനിമ പേടിപ്പിച്ചൊരു കാലം ഒറ്റ ഡയലോഗ് പേടിപ്പിക്കും. കേസീർ ഇറങ്ങിയ സമയത്ത് രാഹുൽ സദാശിവനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിയുടെ സിനിമകളിൽ ഫിയർ അവതരിപ്പിക്കുന്ന, പേടി അവതരിപ്പിക്കുന്ന കണ്ണുകളിലൂടെയാണ്. നമ്മൾ പല ഹൊറർ സിനിമകൾ കാണുമ്പോഴും പേടി അവതരിപ്പിക്കുന്നതിന് പല രീതികളുണ്ട്. മുഖം കൊണ്ട് പല ഗോഷ്ഠികൾ കാണിക്കുക, പല സൗണ്ടുകൾ ഉണ്ടാക്കുക. പക്ഷേ പുള്ളിയുടെ സിനിമകൾ കണ്ണുകളിലൂടെ, എനിക്ക് പേടി ആദ്യം കണ്ണിലാണ് വരുന്നത്. അപ്പോൾ ഭൂതകാലത്ത് തന്നെ ഷെയ്ൻ ഒരു വാതിൽപ്പഴുതിലൂടെ ഇങ്ങനെ നോക്കുമ്പം ഒരു അമ്മുമ്മയുടെ ഇത് കാണുമ്പോൾ ഈ പേടി ആദ്യം കണ്ണിലാണ് വരുന്നത്. ആ സീനിന് കിട്ടിയൊരു ബ്രീഫും അതെങ്ങനെയാണ്, ഈ പേടി കണ്ണിലൂടെ അതിന് കിട്ടിയൊരു ബ്രീഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചില പടങ്ങളുണ്ട്, അതായത് അത് സംഭവിക്കാൻ വേണ്ടി എല്ലാം ഉഴുത്തിരിഞ്ഞു വരും എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു പടം ആയിരുന്നു ഭൂതകാലം. അങ്ങനെ ഒരു പടം ചില പടം ഇപ്പം ഞാൻ കുമ്പളങ്ങിനെ പറ്റി അതിനെ പറയട്ടെ, നമ്മളിനിയിപ്പോൾ സെയിം ടീമും ക്രൂവും വന്നെന്ന് ഓർത്തു, എന്നാലും എനിക്ക് തോന്നുന്നില്ല ആ പടം അവിടെ ഇതേ പരിപാടി കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പടമായിരുന്നു മൊത്തത്തിൽ. അതിൽ ഒരു ബ്രീഫിനേക്കാളും ഉപരി ഒരു കോവിഡ് സമയത്തെ നമ്മളുടെ, അതായത് ടൈം നമ്മൾ ഇരിക്കുന്നു, നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്താവും അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിൽ നമ്മുടെ ഒരു ഉള്ളിൽ നിന്ന് ഒരു വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു സാധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് വന്നേക്കുന്ന ഒരു പടമാണ്. അത്രയും പ്രെപ്പ് അതിൻ്റെ പുറകെ ഉണ്ട്. നമ്മളൊരു 3-4 മാസം എല്ലാവരും ഫുൾ ക്രൂ ആണ് ഇരിക്കണത്, ഇരുന്ന് അതിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ക്യാമറമാൻ ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞ് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും, അത് നമ്മൾ ഡയലോഗായിട്ട് എഴുതും, നമ്മൾ സീൻ എനാക്ട് ചെയ്യണം പലതവണ. ഇപ്പോൾ മെട്രോ സീൻ ഉണ്ടല്ലോ, മെട്രോയിൽ ഞാൻ പെണ്ണ് മറ്റേ നായിക വന്നിട്ട് മറ്റേ നീ ആരെങ്കിലും ഹെൽപ്പ്, എന്താണ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇൻഡയറക്റ്റ്ലി അവള് ചോദിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഈ രംഗമൊക്കെ നമ്മൾ പലതവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാര്യം മെട്രോന് നമുക്ക് ലിമിറ്റഡ് ടൈമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം സാധനങ്ങളിലാണ് ആ സിനിമ. ഇപ്പം നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അതിൽ നല്ല പ്രിപ്പറേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളൊരു പുറത്തത്തെ പടങ്ങളോ നമ്മൾ പറയുമല്ലോ എന്തുകൊണ്ടാണ് അത്, ഈ പ്രിപ്പറേഷനാണ്. ആ പ്രെപ്പ് ശരിക്കും ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അവിടെ 2 വർഷത്തിലേക്ക് ഒരു പടം തന്നെ ഉള്ളൂ. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിൽ പോലും അതിന് പിന്നിൽ ഒരുപാട് ഭയങ്കര പ്രിപ്പറേഷൻസ് ടൈം കൊടുത്തിട്ട് തന്നെയാണ് ആ പടം നമ്മൾ ചെയ്തേക്കുന്നത്. ഭൂതകാലം ശരിക്കും ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനിൽ അൻവർ റഷീദ് അമ്പുക്ക കയറി വന്ന് തന്നെ വലിയൊരു അസറ്റാണ്. കാര്യം അതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു എഡിറ്റിങ്ങിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയൊരു ഇൻപുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഹൊറർ സിനിമയുടെ ഫാനാണോ ഷെയ്ൻ? അല്ല, എനിക്കത് ഞാൻ പൊതുവേ കാണാറില്ല. എന്താണ് ഈ ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് കണക്ട് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? അപ്പോൾ ഹൊറർ സിനിമയുടെ ഫാൻ അല്ലാത്ത ആളൊരു ഹൊറർ സിനിമ ചെയ്യുമ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, രാഹുലേട്ടൻ ഒരു വീഡിയോ ഫസ്റ്റ് ഈ നരേഷൻ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കഥ പറയണം എന്ന് പറഞ്ഞ് പിച്ച് ചെയ്യണം മദറിൻ്റെ അടുത്ത്. അപ്പം മദറിൻ്റെ ഫോണിലേക്ക് അയച്ചത് ഒരു വീഡിയോ. ആ വീഡിയോ എന്ന് പറഞ്ഞത് പ്രേതത്തിനെ കാണിക്കുന്നില്ല, പക്ഷെ നമുക്ക് അതിനകത്തൊരു പേടി തോന്നുന്നു. ഒരു എന്തോ ഒരു നിലല്ല, എന്തോ ഒരു സാധനം, അതിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ പോലും ചെറിയൊരു പേടിയല്ല, ഒരു വേറൊരു നെഗറ്റീവ് വേറൊരു സാധനമാണത്. അതെനിക്കൊരു പുതിയ പരിപാടിയായിട്ട് തോന്നി. അതായത് മറ്റേ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത് മറ്റേ പ്രേതം ചാടി വരുന്ന പരിപാടി ഇതൊന്നും അല്ല, പക്ഷെ നമുക്കതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തോ ഒരു പുതിയ പരിപാടി പുള്ളി പറയാൻ ശ്രമിക്കണേന്ന് എനിക്ക് ആ ഒരു സാധനത്തിൽ കിട്ടിയായിരുന്നു. പിന്നെ പുള്ളി വന്ന്
ഭയങ്കര പുള്ളിയുടേതായ രീതിയിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു. പിന്നെ അതാണ് ചില കാര്യങ്ങളെ നടക്കണമെന്ന് ആ ഒരു നേച്ചറിന്റെ ഭയങ്കര ബ്ലെസ്സിങ് ഉള്ള ഒരു പടമാണ്. കുമ്പളങ്ങി നൈറ്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചോദിക്കേണ്ട, കാരണം പക്ഷേ എൻ്റെ കരിയറിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. മധുസി നാരായണൻ പുള്ളി എവിടെയാണ്, എന്താണ് അടുത്ത പടം, സംസാരിക്കാറുണ്ടോ പുള്ളിയായിട്ട് കോണ്ടാക്ട്? ഞാനും അതിങ്ങനെ എല്ലാവരെയും പോലെ ആലോചിക്കും. ഏതോ ഒരു സമയത്ത് നമ്മളിപ്പോൾ എന്തോ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വിളിക്കാട്ടോ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ പോയി. പക്ഷെ എന്താണ് പുള്ളി ശരിക്കും എന്താണ് പുള്ളി ഇങ്ങനെ നിൽക്കണേന്ന് ഒരു പിടുത്തമില്ല. ഞാൻ ചോദിച്ചുമില്ല. ഞാനിങ്ങനെ പറയും ഇടക്ക്, മധുചേട്ടാ എല്ലാ മലയാള പോലെ ഞാനും കാത്തിരിക്കുകയാണ്. മലയാളി എന്നല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമ എല്ലാവരും കാത്തിരിക്കുകയാണ് കുമ്പളങ്ങി നൈറ്റ് ഡയറക്ടറിന്റെ പടം. അപ്പൊ പുള്ളി ഉണ്ട്, ഉടനെ ഉണ്ട്, ഞാൻ പറയാ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ എന്താണെന്ന് വിട്ട് പറയുന്നില്ലല്ലേ? അല്ല, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ചില സിനിമകൾ നമ്മളിപ്പം അഭിനയിച്ചു, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നീട് ഇത് റീവാച്ച് ചെയ്യുമ്പോഴേ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുമല്ലോ ചില സിനിമകൾക്ക്. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ഇന്ന് ഷെയ്ൻ കാണുമ്പോൾ അന്ന് കണ്ടതിനേക്കാൾ എന്തെങ്കിലും മാറ്റം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു അറിവ് അങ്ങനെ എന്തെങ്കിലും? ശരിക്കും ആ പടം ഒരു നല്ലൊരു തെറാപ്പിയാണ്. അതെ അതെ, തെറാപ്പിയാണ്. അത് തെറാപ്പിയാണ് ആ സിനിമ. ഭയങ്കര സ്നേഹമുള്ള പടമായിട്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വില്ലൻ അല്ലെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ഒരു മൂടും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പടത്തിന് അൾട്ടിമേറ്റ്ലി നമ്മൾ കൊടുക്കുന്നത് ഒരു യൂണിയനാണ്, ഒരു ഒത്തുചേരൽ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനം. അതായത് സ്കാറ്റേഡായി കിടന്നതെല്ലാം ഇങ്ങനെ ഒന്നാവുന്നു എന്ന് പറയുന്ന ഒരു സാധനം. അതിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനെ നല്ല മനോഹരമായിട്ട് പോയറ്റിക്കായിട്ടാണ് കുറച്ച്. ഇപ്പോൾ ഇവൻ ഷൈജു കട സിനിമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ സുഷിൻ്റെ മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു മാജിക്, പിന്നെ ഈ വൺ ലൈനേഴ്സ്, ചെറിയ ചെറിയ സോഫ്റ്റ് ഡയലോഗ്സ്, അവിടുത്തെ ഒരു കാറ്റ് പരിപാടി, വല, അത് എനിക്കൊരു ബ്രീസി നല്ലൊരു പടമാണ്. ഭയങ്കര കാം പടം. അതുകൊണ്ടായിരിക്കും അത് റീവാച്ച് ചെയ്യാറുണ്ടോ? കുമ്പളങ്ങി നൈറ്റ്സ് റീവാച്ച് ചെയ്യാറുണ്ടോ? കഴിഞ്ഞ ദിവസം എന്തോ വീട്ടിൽ ഇങ്ങനെ ഇട്ടപ്പോൾ കൂടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടായിരുന്നു. സ്വന്തം പെർഫോമൻസ് ചില ആക്ടേഴ്സ് പറയുമ്പോൾ എൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇച്ചിരി ഇതാണ്. ഷെയ്ൻ എങ്ങനെയാണ് പെർഫോമൻസ്, സ്വന്തം പെർഫോമൻസ് കാണുന്നത്? ഇപ്പോൾ മോണിറ്ററിലല്ല, അല്ലാതെ പിന്നീട് ഇപ്പോൾ ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ OTT ഇറങ്ങുന്ന സമയത്തോ എങ്ങനെയാണ് സ്വന്തം പെർഫോമൻസിനെ? പണ്ട് ഞാൻ അത്ര കാണലുണ്ടായില്ല, പക്ഷെ ഇപ്പം എനിക്ക് കാണുന്ന കുഴപ്പമില്ല. അത് വേറൊരു കഥാപാത്രമായിട്ട് തന്നെ നമ്മൾ പണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ കോൺഷ്യസ് ആവുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. വിലയിരുത്താറുണ്ടോ? അല്ലെങ്കിൽ അതിൽ പോരായ്മകൾ തോന്നും, ചിലത് കാര്യങ്ങൾ പോരായ്മകൾ തോന്നും, മാറ്റണമെന്ന് തോന്നും. അത് അടുത്തൊരു സിനിമയിൽ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യം അതൊന്ന് ശ്രദ്ധിക്കായിരുന്നു, അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു സെൽഫ് അനാലിസിസ് എപ്പോഴും ഷെയ്ൻ്റെ ഉള്ളിൽ. അത് ഇപ്പം ഈ അടുത്തായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, അങ്ങനെ അധികം നമ്മൾ മുന്നേ നോക്കാൻ നമുക്കൊരു കോൺഷ്യസ് ആയിരുന്നു. ഒരു ചളിപ്പ് എന്ന് പറയുന്നത് അത് അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷെ ഇപ്പം അതില്ല. ഒരു വേറൊരു ക്യാരക്ടറായിട്ട് തന്നെ അതിനെ കാണും. മലയാളത്തിൽ ഷെയ്ൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല ഈ പറഞ്ഞ പോലെ റൂട്ടഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അന്യഭാഷയിലേക്ക് പോകുമ്പോൾ, തമിഴിലേക്കും തെലുങ്കിലേക്കും പോകുമ്പോൾ ഷെയ്ൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഞാൻ സത്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ 2 മണിക്കൂറിൽ 2.25 മണിക്കൂർ ഇപ്പോൾ 2.5 മണിക്കൂർ ജനം തിയേറ്ററിൽ വന്നേക്കണേ, അത് ഏത് ഭാഷക്കാരായിക്കോട്ടെ, ലോകത്തുള്ള എല്ലാവരും ആയിക്കോട്ടെ, അവരിറങ്ങുമ്പോൾ തൃപ്തിയിൽ ഇറങ്ങുന്ന പടം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രേ ഞാൻ ചിന്തിക്കണുള്ളൂ. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ഏത് സിനിമ എങ്ങനെയാ വരുമെന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിക്ക് ഇപ്പം ഈ പറഞ്ഞ മദ്രാസ്കാരൻ്റെ ഒരു സീൻ എടുത്ത് പറഞ്ഞ് അതിൻ്റെ ത്രെഡ് 1 ലൈൻ ഉണ്ടായി. അതൊരു രസകരമായിട്ടൊരു സാധനമായിരുന്നു. സീൻ ഓർഡർ വൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപാടി. പക്ഷെ അത് എവിടെയോ കറക്റ്റായിട്ട് ലാൻഡ് ആയില്ല. എക്സിക്യൂഷനിലും എഡിറ്റിങ്ങിലും എന്താണ്ടൊക്കെ സംഭവിച്ച് കഥ കമ്മ്യൂണിക്കേറ്റ് ആയില്ല. നമുക്ക് ക്യാരക്ടറിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല ഇതെന്താണ് കറക്റ്റ് ഇപ്പം എന്താ നടക്കണേന്ന് മനസ്സിലാത്തൊരു സിറ്റുവേഷൻ. അതിന് കുറേ സപ്ലോട്ട് കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കഥ പറച്ചിലൊക്കെ ഒന്ന് നമുക്ക് കണക്റ്റ് ആവാണ്ടേ. നമുക്ക് പറയാൻ പറ്റില്ല ഏത് എങ്ങനെയാണ് ഓരോ സിനിമ എന്ത് സംഭവിക്കും. ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ല, ഒരിക്കലും നമുക്ക് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞൊരു അവസ്ഥയില്ല. നമുക്ക് തോന്നുന്നു, നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന് തോന്നിയൊരു സാധനം ചെയ്യുക, നമ്മുടെ മാക്സിമം ചെയ്യാം, നമ്മൾ എന്താണ് നന്നായിട്ട് ചെയ്യുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.
ഇപ്പം ഈ RDXന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ബോക്സ് ഓഫീസ് വൈസും ഷെയ്നെ ഭയങ്കരമായിട്ടൊരു ടോപ്പിൽ നിർത്തിയൊരു പടമുള്ള നമ്പേഴ്സ് വരുന്നു, ഈ കളക്ഷൻ വൈസ് ഭയങ്കര നമ്പേഴ്സ് വരുന്നു. മുമ്പ് ഈ പെർഫോമൻസ് എല്ലാവരും ഭയങ്കര ഗംഭീരമാണെന്ന് പറയുമ്പോഴും ഈ കളക്ഷൻ്റെ കാര്യത്തിൽ എവിടെയൊക്കെ ഒരു ചെറിയ, പക്ഷേ ഈ RDX ഭയങ്കര ഒരു ബിഗ് ബാങ് എന്നൊക്കെ പറയുന്ന പോലെ കളക്ഷൻ വൈസും ഭയങ്കരമായിട്ട് വരുന്നു. ഈ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ബോദർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഈ കോടി ക്ലബ്ബുകൾ, മറ്റ് നമ്പേഴ്സ്, ഫസ്റ്റ് ഡേ കളക്ഷൻ, ഇത്ര അത് ഷെയ്നെ ഏതെങ്കിലും രീതിയിൽ ബോദർ ചെയ്യാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ബോദർ ചെയ്യാണ്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RDXന് മുന്നേ വരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതിന് മുമ്പ് നമ്മളൊരു 100 കോടി കണ്ടേക്കണ പുലിമുരുകനായിരുന്നു. എനിക്ക് നമുക്കപ്പോൾ ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല, സാധാരണ ജനത്തിനും അത് അറിയില്ല. നമ്മൾ പെട്ടെന്ന് ഇത് മറ്റേ 100 ക്ലബിലേക്ക് പറഞ്ഞ മറ്റേ നടന്നേ നമ്മളങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. കാര്യം ആ ടൈമിൽ നമ്മുടെ കൂടെ ഇറങ്ങുന്ന പടങ്ങളെല്ലാം വലിയ പടങ്ങൾ, അതൊരു അത്ഭുതമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബോധർ ചെയ്യാറുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അദ്യൻ്റെ ഇതൊരു കച്ചവടം അതിനകത്തുണ്ട്. ആ കച്ചവടം വൃത്തിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ബോധർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മറ്റേ ക്ലബ്ബുകൾ സത്യമായിട്ട് നമ്മൾ നോക്കുന്നില്ല. അത് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ അത് ലോട്ടറി അടിക്കുന്ന പരിപാടി പോലെയാണ്, നമുക്കറിയില്ല. പക്ഷെ ഡീസൻ്റ് ആയിട്ട് അതിൻ്റെ പരിപാടി പ്രൊഡ്യൂസറിന് നഷ്ടമില്ലാത്ത രീതിയിൽ പോകണം എന്നുള്ളൊരു സാധനം നമ്മളെപ്പോഴും ആഗ്രഹമുള്ളൊരു പരിപാടിയാണ്. അത് നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉള്ളതാണ്.